സോക്കിങ്ങിന്റെ വിളി കേട്ടിട്ട് അകത്തുനിന്ന് കുട്ടിയും അമ്മയും സോക്കിയും ഇറങ്ങി വരും. കുട്ടി ഓടിച്ചെന്ന് ഇവളെ കെട്ടിപ്പിടിക്കും. അമ്മ അകത്തേക്ക് ചെല്ലാനായിട്ട് വിളിക്കുന്നുണ്ട്. അച്ഛനില്ലേ എന്നാണ് സോക്കിങ് ചോദിക്കുന്നത്. എന്തായാലും നീ വീട്ടിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചില്ലേ, അപ്പോൾ ബാക്കി കോൺസിക്വൻസസും ഫേസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടായിരിക്കുമല്ലോ വന്നേക്കുന്നത്. എന്തായാലും കൂടുതൽ ആലോചിക്കണ്ട, വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് അമ്മ കയറി പോകും. അകത്ത് ചെല്ലുന്നുണ്ടെ അച്ഛനാണെങ്കിൽ അകത്തുനിന്ന് വെളിയിൽ ഇറങ്ങത്തില്ല. അപ്പൊ ഇവിടെ അവിടെ നിന്നിട്ട് ക്ഷമയൊക്കെ ചോദിക്കും. അപ്പൊ അച്ഛൻ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവളെ അടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ കുട്ടി അവളെ ഇങ്ങനെ പിടിക്കും. അത് കാണുമ്പോൾ അച്ഛൻ അടിക്കാനായിട്ട് പറ്റുന്നില്ല. നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ടെ അവൾക്ക് എന്തെങ്കിലും ഫുഡ് എടുത്ത് കൊടുക്കാനായിട്ട് അമ്മയടുത്ത് പറഞ്ഞിട്ട് തിരിച്ച് റൂമിൽ തന്നെ കയറിപ്പോയി കതകടയ്ക്കും. അച്ഛനകത്തിരുന്ന് എന്തോ ആലോചനയിലാണ്. പിറ്റേ ദിവസം രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും കൂടി വരുമ്പം അച്ഛന് ഇഷ്ടമുള്ള ഡിഷ് സോക്കിങ് നീക്കി വെച്ച് കൊടുക്കും. പക്ഷെ അവള് കൊടുത്തതുകൊണ്ട് മാത്രം അച്ഛൻ അത് എടുക്കത്തില്ല. അന്നേരം സോക്കി ആണെങ്കിൽ എല്ലാവരും കൂടി ഇരിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് അത് സൂക്ചൂളിന് അയച്ചു കൊടുക്കും. സൂക്ചൂൾ അന്നേരം മിയോങ്ങിന്റെ കൂടെയാണ്. അവൾക്കും ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കും. ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ടെ അവൾക്ക് അവരെ എല്ലാം നേരിൽ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം ഞാൻ എല്ലാവരെയും കൊണ്ടുപോയി പരിചയപ്പെടുത്തി തരാമെന്ന് സൂക്ചൂൾ പറയും. ഇവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരോ രഹസ്യമായിട്ട് അവിടെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. ബസ്സിൽ കയറുന്നതിന് മുമ്പ് അടുത്തുള്ള കടയിൽ നിന്ന് വെള്ളം വാങ്ങിക്കാനായിട്ട് സൂക്ചൂൾ ചെല്ലും. അവൻ പൈസ കൊടുത്തിട്ട് തിരിയുന്നുണ്ടെ അവിടുത്തെ ഗ്ലാസ്സിലെ റിഫ്ലക്ഷനിൽ ആരോ അവനെ വാച്ച് ചെയ്യുന്നത് മനസ്സിലാവും. പുറത്തിറങ്ങിയിട്ട് ആരാണെന്നൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. ഇവര് ബസ്സിൽ കയറി കഴിയുന്നുണ്ട് തന്നെ അവരെ ഫോളോ ചെയ്ത ആള് ഇവരുടെ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ടേഹൂണിന് അയച്ചു കൊടുക്കും. സൂക്ചൂളിന്റെ കാറിന് എന്താണ് പ്രശ്നമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവനൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുവരും. അവിടെയുള്ള ആള് നേരത്തെ ഇവരുടെ ഗ്യാങ്ങിലുള്ളതായിരുന്നു. അയാൾക്ക് ഗ്യാങ്സ്റ്റർ ആയിട്ട് ഇരിക്കുന്നത് താല്പര്യമില്ലായിരുന്നു, അമ്മയ്ക്കും ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ അതൊന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് സൂക്ചൂളാണ് ഹെൽപ്പ് ചെയ്തത്. അതിനുശേഷമാണ് അയാൾ ഇവിടെ വന്നിട്ട് വർക്ക്ഷോപ്പ് ഒക്കെ ഇട്ട് ഇപ്പൊ സുഖമായിട്ടാണ് ജീവിക്കുന്നത്. അമ്മയ്ക്കും സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ സൂക്ചൂളിനോട് ഒരു പ്രത്യേക സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഇയാൾക്കുണ്ട്. നോക്കിക്കഴിഞ്ഞിട്ട് 3-4 ദിവസം എടുക്കും. അതുവരെ എന്റെ വണ്ടി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇയാള് കീ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിലുള്ള യൂഞ്ചിയുടെ ബർത്ത്ഡേ ആണ്. എല്ലാരെയും മീറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് സൂക്ചൂളും അവിടെ കാണുമോ എന്ന് അയാൾ ചോദിക്കും. നീ ആ ലൈഫിൽ നിന്ന് പുറത്തു വന്നതാണ്, നീ ഇപ്പോൾ വേറൊരു ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അവരെ കാണുന്നതും എല്ലാം നിർത്തണമെന്ന് സൂക്ചൂൾ ഇയാളുടെ അടുത്ത് പറയും. ഞാൻ ഒരുപാട് കാലം അവിടെ ആയിരുന്നല്ലോ, അത്ര പെട്ടെന്ന് എല്ലാവരുമായിട്ടുള്ള ബന്ധം ഇല്ലാതെയാക്കാനായിട്ട് പറ്റത്തില്ലല്ലോ, അത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇയാൾ മറുപടിയും പറയും. അച്ഛനോട് സംസാരിക്കാനായിട്ട് സോക്കിങ് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ അവളെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. എവിടേക്ക് പോവാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവള് ചോദിച്ചത് കേൾക്കാത്തത് കൂട്ട് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങും. അന്നേരമാണ് സൂക്ചൂൾ വീട്ടിലേക്ക് വരുന്നത്. സൂക്ചൂളിന് എന്തോ പറയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും ഞാൻ ഒരിടം വരെ പോവാണെന്ന് പറഞ്ഞിട്ട് സൂക്ചൂൾ പറയുന്നതും കേൾക്കാൻ അച്ഛൻ നിൽക്കത്തില്ല. സോക്കിങ്ങിന്റെ മോന്റെ സ്കൂളിൽ ഓപ്പൺ ഡേ ആണ്. അതിന് പോകാനായിട്ട് സോക്കിങ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതുവരെയും പൊക്കോണ്ടിരുന്നത് അമ്മയാണ്. അങ്ങനെയാണ് സൂക്ചൂൾ അവിടേക്ക് ചെല്ലുന്നത്. അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചോ ചോദിക്കുമ്പോൾ അച്ഛൻ മുഖം തരുന്നില്ല എന്ന് സോക്കിങ് അവനോട് പറയും. ഇവള് കോഫി കുടിക്കാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവളുടെ മുഖഭാവത്ത് നിന്ന് എന്തോ സംസാരിക്കാനുണ്ടെന്ന് അവന് മനസ്സിലാവും. ചെല്ലുന്നുണ്ടെ അവള് പറയുന്നത്, ഇപ്പൊ ഉള്ള അറിവൊക്കെ എനിക്ക് പണ്ടുണ്ടായിരുന്നെങ്കിൽ നീ ഒരു ഗ്യാങ്സ്റ്റർ ആകാൻ പോവുകയാണെന്ന് എന്നോട് വന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഞാൻ പിന്തിരിപ്പിച്ചേനെ. അത് ചെയ്യാത്തതിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറയും. അപ്പൊ അതൊന്നും സാരമില്ല, പക്ഷെ അന്ന് വന്ന് പറഞ്ഞപ്പോ അങ്ങനെ പോകരുതെന്ന് നീ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുണ്ടായില്ല. പിന്നെ നമ്മളുടെ സാഹചര്യം അന്നത്തേത് അതായിരുന്നല്ലോ, അതൊന്നും നീ മനസ്സിൽ വെക്കണ്ടാന്ന് സൂക്ചൂൾ പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിക്കും. അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അധികകാലം നിനക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല, ഇതിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ വിലക്കാതിരുന്നത്. പക്ഷെ അത് തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. ഇത്രയും വർഷം നീ അവിടെ തന്നെ തുടരുവല്ലേ എന്ന് സോക്കിങ് ചോദിക്കുന്നുണ്ട്. നിനക്ക് റിഗ്രറ്റ് ഉണ്ടോ എന്നും ചോദിക്കും. ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ നമ്മുടെ സാഹചര്യം അതായിരുന്നു. ഞാനും വിചാരിച്ചില്ല ഇത്രയും കാലം ഞാൻ അതിൽ നിൽക്കുന്നത്. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ഇനിയിപ്പോ അതിനെപ്പറ്റി സംസാരിക്കണ്ട. നീ എന്ത് ചെയ്യാനായിട്ട് പോവാണെന്ന് സോക്കിങ്ങിന്റെ അടുത്ത് സൂക്ചൂൾ ചോദിക്കും. അവൾക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. വില്ലേജ് ചീഫിന്റെ വൈഫ് ഒരു ഹെയർ സലൂൺ നടത്തുന്നുണ്ട്. അവിടെ ഒരു അസിസ്റ്റന്റിനെ ആവശ്യമുണ്ടെന്ന് കേട്ടു. നീ പണ്ട് ഒരു ഹെയർ സലൂൺ നല്ല രീതിക്ക് നടത്തിക്കൊണ്ട് പോയേക്കുമായിരുന്നല്ലോ. ഇപ്പോഴും ആ ജോലിയൊക്കെ നിനക്ക് അറിയാമായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ പോയി ജോയിൻ ചെയ്തോളൂ, ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ടെന്ന് സൂക്ചൂൾ സോക്കിങ്ങിന്റെ അടുത്ത് പറയും. അവർക്ക് അതൊരു വലിയ ഹെൽപ്പാണ്. ടേഹൂണ് സൂക്ചൂളിന്റെ മിയോങ്ങിന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്ത ഗ്യാങ്സ്റ്റർ അവിടെ റോഡിൽ വണ്ടി പാർക്ക് ചെയ്ത് നിന്ന് സിഗരറ്റ് ഒക്കെ വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരമാണ് യങ്സു അവിടേക്ക് വരുന്നത്. യങ്സു നോക്കുമ്പോൾ ഇയാൾ നടുക്കോട്ട് പാർക്ക് ചെയ്തേക്കുന്നു. അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് ബാക്കി ഇവിടെ റോഡിലേക്ക് വലിച്ചെറിയുന്നു. അപ്പം വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്യരുത്, ഒതുക്കി നിർത്തണം, വേസ്റ്റ് ഒന്നും ഇവിടെ ഇടാൻ പാടില്ല എന്നൊക്കെ പറയും. അയാൾ മറുപടി ഒന്നും പറയത്തില്ല. നോക്കി പിടിപ്പിച്ചിട്ടാണ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. ഗ്യാങ്സ്റ്റർ എങ്ങാനാണോ എന്ന് യങ്സുവിന് സംശയമുണ്ട്. യങ്സു ആണ് കുട്ടിയെയും സോക്കിങ്ങിനെയും സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നതെന്ന് കാണുമ്പോഴത്തേക്കും അമ്മയ്ക്ക് സന്തോഷമാണ്. അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടും. സ്കൂളിൽ ചെന്ന് കഴിയുമ്പം കുട്ടി നോക്കുന്നുണ്ടെ അമ്മ ചെന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ചെല്ലുന്നത്. കൂടെ യങ്സും ഉണ്ട്. കുട്ടിക്കും സന്തോഷമാണ്. സൂക്ചൂളിന്റെ കാറിനെ ഫോളോ ചെയ്ത് വേറൊരു കാർ പുറകിലുണ്ട്. അതിൽ ചെൻഹോയും കൂട്ടത്തിലുള്ള ആൾക്കാരുമാണ്. ചെൻഹോ അവിടെ നിന്ന് ടേഹൂണിനെ വിളിക്കും.
സുക്ചൂളാണെങ്കിൽ അവിടുന്ന് ഒരു കാർ വാഷിലേക്കാണ് കാറ് ഓടിച്ചു പോകുന്നത്. ഇപ്പൊ പറ്റിയ സമയമാണ്, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, വേണമെങ്കിൽ ഇപ്പൊ തന്നെ അറ്റാക്ക് ചെയ്യാം എന്ന് ഇവൻ പറയുന്നുണ്ടേ. ടേഹൂൺ ആലോചനയിലാണ്. പണ്ട് അനിയത്തി മരിച്ച സമയത്ത് അവൻ കൊടുത്ത ഇമോഷണൽ സപ്പോർട്ടും അവൻ പറഞ്ഞ കാര്യങ്ങളും ഇത്രയും നാളത്തെ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നിട്ട് ഇവൻ ഒരുപാട് നേരം ആലോചിക്കും. എന്നിട്ട് പറയുന്നത് വേണ്ട, ഇപ്പൊ ഒന്നും ചെയ്യണ്ട, ഇപ്പൊ അവനെ വെറുതെ വിട്ടേക്കാനാണ്. ഓഫീസിൽ വരുന്നുണ്ടെ സാങ്കുള് സുക്ചൂളിനെ വഴക്ക് പറയും. ഞാൻ എത്ര പ്രാവശ്യം നിന്നെ ഫോൺ ചെയ്തു, എന്തുകൊണ്ടാണ് നീ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നത്, ബാക്കിയുള്ളവരെ പോലെ നീയും തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വഴക്ക് പറയുന്നത്. ഇവൻ അതിനൊന്നും മറുപടി പറയത്തില്ല. റെസിഗ്നേഷൻ ലെറ്റർ എടുത്ത് അയാളുടെ ഫ്രണ്ടിൽ വെക്കും. ഞാൻ റിസൈൻ ചെയ്യുവാണ്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് കയ്യിൽ വെച്ചേക്കൂ, ഞാൻ ചെയർമാനോട് നേരിട്ട് പറഞ്ഞോളാം എന്നാണ് പറയുന്നത്. എനിക്ക് നിന്റെ റെസിഗ്നേഷൻ ലെറ്റർ ഒന്നും വേണ്ട, നീ എന്ത് ഭാവിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സമയത്ത് റിസൈൻ ചെയ്യുന്നത്, എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാകത്തില്ലേ, ഇങ്ങനെ അങ്ങ് പെട്ടെന്ന് ഇട്ടേച്ച് പോകാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല, പല കാര്യങ്ങൾക്കും നീ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയുടെ സ്വരത്തിലൊക്കെ ഇയാൾ സംസാരിക്കും. സൂക്തികളൊന്നും വേണ്ടത്തില്ല, ഞാൻ നന്നായിട്ട് ആലോചിച്ച് എടുത്ത തീരുമാനമാണ്, ദയവേത് തന്നെ മര്യാദയ്ക്ക് പോകാനായിട്ട് സമ്മതിക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് ഇറങ്ങാം. ഇയാൾക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവിടെ നിന്ന് ഒറ്റയ്ക്ക് പറയുന്നത് തന്നെ ഇരുന്ന് ഇയാൾ ഇങ്ങനെ പറയും, ഞാൻ നിനക്ക് വാർണിംഗ് തന്നായിരുന്നു, ഇനി അതില്ല എന്ന് പറയരുത്. അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അവൻ ടേഹൂണിന്റെ മെസ്സേജ് വരും. എനിക്ക് നിന്നെ ഒന്ന് കാണണം, വെറുതെ കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇന്ന സ്ഥലത്ത് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ലൊക്കേഷനൊക്കെ അയച്ചു കൊടുക്കും. സൂക്ചൂൾ എന്തായാലും ചെല്ലും. ഇവിടുത്തെ ഏറ്റവും നല്ല റെസ്റ്റോറൻ്റ് ആണ്, എനിക്ക് ഒറ്റയ്ക്ക് അന്ന് സമാധാനമായിട്ട് കഴിക്കണം എന്നുണ്ടായിരുന്നു, എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാന്ന് നിനക്കറിയാമല്ലോ, ആകെ ഉള്ളത് നീ മാത്രമാണ്, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചതെന്നൊക്കെ ടേഹൂൺ പറയുന്നുണ്ട്. സൂക്ചൂൾ ഒന്നും മിണ്ടാതെ ഇവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നീ എന്താ കഴിക്കാത്തത്, നിനക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാന്നൊക്കെ പറയുമ്പോഴത്തേനും വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് സൂക്ചൂള് കഴിച്ചു തുടങ്ങും. അപ്പൊ ഇവനാണെങ്കിൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അപ്പൊ നീ എന്തെങ്കിലും പറയാനായിട്ട് ടേഹൂൺ പറയുന്നുണ്ട്. കുറച്ചു നേരം അവനെ നോക്കി കഴിഞ്ഞിട്ട് മിണ്ടാതിരുന്ന് അവനെ ഇങ്ങനെ നോക്കും. എന്നിട്ട് സൂക്ചൂള് പറയും, ഞാൻ ക്വിറ്റ് ചെയ്തു, നീയും ക്വിറ്റ് ചെയ്യണം, ഈ ലൈഫായിട്ട് മുന്നോട്ട് പോകരുതെന്ന് പറയും. ടേഹൂൺ അതുമായിട്ട് സർപ്രൈസ് ആവുന്നുണ്ടെങ്കിലും അത് മുഖത്ത് കാണിക്കുന്നില്ല. പണ്ട് നമ്മൾ ഒന്നിച്ച് ജോലി ചെയ്തിരുന്നപ്പോൾ കുറച്ചെങ്കിലും നിന്നെ പോലെ ആകണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് അവൻ അതിന് മറുപടി പറയുന്നത്. നിനക്ക് എപ്പോഴും ആ ഒരു ആഗ്രഹം ഉണ്ടോ, എനിക്കിങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് സൂക്ചൂള് പറയും. ഈ ലൈഫായിട്ട് മുന്നോട്ട് പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല, അത് നിനക്കും അറിയാം എനിക്കും അറിയാം, അതുകൊണ്ട് തന്നെ ക്വിറ്റ് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ചെയ്യണം എന്ന് സൂക്ചൂള് പറയുമ്പോഴത്തേക്കും നിനക്കത് പറ്റും, എനിക്കത് പറ്റത്തില്ല, കാരണം ഇതെന്റെ ജോലിയാണെന്നാണ് ടേഹൂൺ പറയുന്നത്. ഇതൊരു ജോലിയല്ല എന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം, അവസാനം എന്താവുമെന്ന് നമുക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. ഒന്നുമല്ലെങ്കിൽ ഇതൊന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ ഒരു ഗ്യാങ്സ്റ്റർ ആണെന്നുള്ള രീതിയിൽ നോക്കുകയും പെരുമാറുകയും ചെയ്യത്തില്ല, എനിക്കത് മതി എന്നാണ് സൂക്ചൂൾ ഇവൻ്റെ അടുത്ത് പറയുന്നത്. എന്നിട്ട് ഇവൻ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അവൻ അറിഞ്ഞ കാര്യത്തെ പറ്റി ചോദിക്കണം എന്ന് ടേഹൂണിനുണ്ട്. തിരിച്ചു വിളിച്ച് നിർത്തുന്നൊക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല പൊക്കോളാനായിട്ട് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടും. ബോക്ചൂൺ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അവനോട് യാത്ര പറഞ്ഞിട്ടാണ് സൂക്ചൂൾ പോകുന്നത്. ഇവനകത്ത് വന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ, കുറെ നാൾ കൂടിയിട്ട് കണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആ നല്ലതായിരുന്നു, മീറ്റ് ചെയ്തപ്പോൾ നല്ലതായിരുന്നു എന്ന് ടേഹൂൺ തിരിച്ചു പറയും. എന്നിട്ട് ഇന്ന് നീ എനിക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യണം, ചാങ്സുവിന്റെ നൈറ്റ് ക്ലബ്ബ് ഇന്ന് അറ്റാക്ക് ചെയ്യണം, അവരുടെ കൂട്ടത്തിലുള്ള യുഞ്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് അവർ ഒത്തുകൂടും, അതൊക്കെ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം എല്ലാവരെയും ഒറ്റയടിക്ക് തീർക്കുക എന്നാണ് പറയുന്നത്. ബോക്ചൂൺ ഇങ്ങനെ സംശയത്തോടെ നോക്കുമ്പോൾ എന്താ പറ്റത്തില്ലേന്ന് ചോദിക്കും. അല്ല നമുക്ക് കുറച്ച് തയ്യാറെടുപ്പൊക്കെ വേണ്ടി, ആരൊക്കെ ഉണ്ടെന്നൊക്കെ അറിയണ്ടേന്ന് ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരും അവിടെ ഉണ്ടാവും, ആരെയും വെറുതെ വിടണ്ട, എല്ലാം ഒറ്റയടിക്ക് തീർക്കണം എന്ന് തന്നെയാണ് ടേഹൂൺ നിർദ്ദേശം കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ബോക്ചൂൺ എല്ലാവരെയും വിളിച്ചു കൂട്ടും. ഇവരിങ്ങനെ ഗ്യാങ് ആയിട്ട് നടന്നു പോകുന്നത് അകത്തിരുന്നിട്ട് യങ്സുവും യങ്സുവിന്റെ ഫ്രണ്ടും കൂടി അവിടെ ഒരിടത്ത് ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇത് കാണും. അപ്പം യങ്സുവിന്റെ ഫ്രണ്ട് അവനോട് ഇത് പറയുന്നുണ്ടേ. അവൻ പുറത്തിറങ്ങി വന്നിട്ട് എല്ലാവരും കൂടി എന്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഒന്നുമില്ല, ഞങ്ങൾ എല്ലാവരും കൂടി സോനയിലേക്ക് പോവുകയാണെന്ന് ബോക്ചൂൺ പറയും. ബോക്ചൂണിനെ യങ്സുവിനെ അറിയാം. സോനയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല, എല്ലാവരും പിരിഞ്ഞു പോകണം, ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയാൽ മതി, ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് യങ്സു വിടുന്നത്. പക്ഷെ അവൻ എന്തോ സംശയം തോന്നുന്നുണ്ട്. ചെയർമാന് തലയിലെ ട്യൂമറാണ്, അപ്പോൾ ഡോക്ടർ പറയും സർജറി വേണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എനിക്ക് സർജറി ഒന്നും വേണ്ട, സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻ ഉണ്ടെങ്കിൽ തന്നാൽ മതി, സർജറിക്ക് എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞിട്ട് പോരുവാണ് ചെയർമാൻ അവിടുന്ന്. ചെയർമാൻ വരുന്നുണ്ടെങ്കിൽ സൂക്ചൂൾ ക്വിറ്റ് ചെയ്യുകയാണെന്ന് ഇയാൾ ചെന്ന് അറിയിക്കും. എന്തോ ഈ പറയുന്നത്, ഇത്ര പെട്ടെന്ന് എന്തിനാണ് അവൻ ക്വിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചാൻസു ഇയാളെ വഴക്ക് പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല, അവൻ തീരുമാനം ഇനിയിപ്പോൾ മാറ്റുമെന്ന് തോന്നുന്നില്ല. ചെയർമാൻ പേടിക്കണ്ട, അത് ഞാൻ സെറ്റിൽ ചെയ്തോളാം എന്ന് പറയും. എന്ത് സെറ്റിൽ ചെയ്യുന്ന കാര്യമാണ് നീ പറയുന്നത്, അവനെ വെറുതെ വിട്ടേക്കുമെന്ന് ചെയർമാൻ പറയുന്നുണ്ട്. ഇയാള് ചെയർമാൻ സംശയം വരത്തക്ക രീതിയിലാണ് പിന്നീട് സംസാരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, അവൻ എന്തിനാണ് ക്വിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്, അവനും ടേഹൂണും ഫ്രണ്ട്സ് അല്ലേ, ഒരു പക്ഷെ അവിടേക്ക് പോയി ജോയിൻ ചെയ്യാനാണെങ്കിലോ എന്നൊക്കെയാണ് ഇയാൾ ചെയർമാൻ എടുത്ത് ചോദിക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന കോൾ അനുസരിച്ച് മിയോങ് അമ്മയെ കാണാനായിട്ട് വരും. വരുന്നുണ്ടെ അമ്മയെ വേറൊരു റൂമിലേക്ക് മാറ്റിയേക്കുകയാണ്, ഒറ്റയ്ക്ക് ഒരു റൂമിലേക്ക്.
അമ്മയ്ക്ക് ആ റൂം ഇഷ്ടമായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ചേഹൂൺ വരും. അമ്മയ്ക്ക് സ്ട്രോബെറി മിൽക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാനായിട്ട് പോയതായിരുന്നു ഇവൻ. അതൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും ഇത് നമ്മുടെ റൂമല്ല, നമുക്ക് തിരിച്ച് പഴയ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് മിയോങ് അമ്മയും കൊണ്ട് അവിടുന്ന് പോകാനായിട്ട് തുടങ്ങും. ഈ ഒരു ഹെൽപ്പ് പോലും ഞാൻ ചെയ്യുന്നത് സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ലേ എന്ന് ടേഹൂൺ മിയോങ്ങിന്റെ അടുത്ത് ചോദിക്കും. ആർട്ടിസ്റ്റ് ആകണം എന്ന് ആഗ്രഹിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് ആരും ഇല്ലായിരുന്നു അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ ഒരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ആ കുട്ടിക്ക് ഒരു അസുഖം വന്നു. ചികിത്സിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ കുട്ടി ജീവനോടില്ല, മരിച്ചുപോയി. അവൾ മരിച്ചതിന് ശേഷമാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ സഹോദരി മാത്രമല്ല, എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഫാമിലിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഒരു പക്ഷേ അന്ന് എന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ, അതിന് ആരും ആയിക്കോട്ടെ, ആ ഹെൽപ്പ് സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ അനിയത്തി ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ഇയാൾക്ക് ആകെയുള്ള ഫാമിലി ഇയാളുടെ അമ്മയാണ്. അമ്മയെ രക്ഷിക്കണമെന്ന് ഇയാൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു ഹെൽപ്പ് ആര് തന്നാലും ഇയാൾക്ക് സ്വീകരിച്ചുകൂടെ എന്നാണ് ടേഹൂൺ അവളുടെ അടുത്ത് ചോദിക്കുന്നത്. സോഹി ഒരു ജോബ് കൺസൾട്ടന്റിനെ കാണാനായിട്ട് പോകും. അവർക്ക് US പോയിട്ട് ഹയർ സ്റ്റഡീസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ അവിടെ പോയി സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, എമിഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇയാൾക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അവൾ അതിന് മറുപടി പറയാതെയാണ് അവിടുന്ന് പോരുന്നത്. ഇവളെ കാണാനായിട്ട് ഡോക്ടർ ജാങ് അവിടെ കൊളീഗിനടുത്ത് അന്വേഷിക്കുന്നുണ്ട്. പുറത്തേക്ക് പോയേക്കുവാണെന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവളെ കാണുന്നുണ്ടെ വന്ന് ചോദിക്കും ഇവിടെ പോയേക്കുമായിരുന്നു. അതൊരു സീക്രട്ട് ആണെന്ന് ഇവള് പറയും. എനിക്കും ഒരു സീക്രട്ട് ഉണ്ട്, പക്ഷെ ഞാൻ പറയാനായിട്ട് പോവാണ്. ഉടനെ തന്നെ എനിക്ക് പ്രൊമോഷൻ ആവും, ഞാൻ അസോസിയേറ്റ് പ്രൊഫസർ ആവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് നടക്കുവാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള അസോസിയേറ്റ് പ്രൊഫസർ ആയിരിക്കും ഞാൻ. ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ മറ്റേ ഡോക്ടറിനെ അറിയത്തില്ലേ, അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് മാറി. അയാൾ ആ ദേഷ്യമെല്ലാം ജൂനിയേഴ്സിന്റെ അടുത്ത് ആണ് ഷൗട്ട് ചെയ്താണ് തീർത്തതെന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടും ആവേശത്തോടും കൂടിയാണ് ഇവൻ പറയുന്നത്. സോക്കി പക്ഷേ ഒരു ഭാവഭേദവും ഇല്ലാതെ ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്റെ കാര്യമോ, നമ്മളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഞാനിത് ചെയ്യുന്നത്, എനിക്കിത് വരുന്നത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ. നമുക്ക് രണ്ടുപേർക്കും ഇത് നല്ലതല്ലേ. ഞാൻ ലൈഫിൽ ഒന്ന് സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നമുക്ക് രണ്ടുപേർക്കും നല്ലതായിട്ടേ വരത്തുള്ളൂ എന്ന് ഡോക്ടർ ജാങ് പറയും. ഇവളുടനെ പറയുന്നത് 5 വർഷം നമ്മൾ പുറത്തു പോയി ഒരുമിച്ച് പഠിക്കാം എന്നുള്ള ഒരു ഡ്രീം ഉണ്ടായിരുന്നു. 5 വർഷം അത് ആലോചിച്ച് ഞാൻ കളഞ്ഞു. അങ്ങനെ ഒരു താല്പര്യം ഡോക്ടർക്ക് ഇല്ലായിരുന്നു. എനിക്ക് അതെന്റെ സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ US പോകാനായിട്ട് തീരുമാനിച്ചു. അത് അന്വേഷിക്കാനാണ് ഞാൻ ഇന്ന് പോയതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഡോക്ടർ ജാങ്ങിന് ഇഷ്ടപ്പെടുന്നില്ല. അയാളുടെ മുഖം മാറും. അപ്പൊ നമ്മുടെ കാര്യമെന്ന് അയാൾ ഉടനെ ചോദിക്കുന്നുണ്ട്. എന്താ നമ്മുടെ കാര്യത്തിന് പ്രശ്നം? ഞാൻ പുറത്ത് പഠിക്കാൻ പോയാലും ബ്രേക്കപ്പ് ആവുന്നൊന്നുമില്ലല്ലോ, നമ്മുടെ റിലേഷനെ അത് ബാധിക്കത്തില്ലല്ലോ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല രീതിക്ക് നമ്മളെ അഫക്റ്റ് ചെയ്യും. അത് നീ നന്നായിട്ട് ആലോചിച്ച് വേണം തീരുമാനിക്കാമെന്ന് ഡോക്ടർ ജാങ് ഇവിടെ അടുത്ത് പറയുന്നുണ്ട്. ഞാൻ ഫൈനലായിട്ട് ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല, ആലോചിക്കുന്നതേ ഉള്ളൂ എന്ന് സോക്കി പറയുന്നുണ്ടെങ്കിലും ഡോക്ടർ ജാങ്ങിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അച്ഛൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവർക്ക് മാറാൻ വേണ്ടിയിട്ട് വേറെ അപ്പാർട്ട്മെന്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പുതിയ അപ്പാർട്ട്മെന്റ്സിനൊക്കെ റെന്റ് ഒരുപാട് കൂടുതലാണ്. അത് ഇവർക്ക് താങ്ങാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പുതിയതുപോലെ സൂക്ഷിക്കുന്ന കുറച്ച് പഴക്കമുള്ള അപ്പാർട്ട്മെന്റ്സ് ഒക്കെയാണ് റിയൽ എസ്റ്റേറ്റിലെ ആള് അച്ഛന് കാണിച്ചു കൊടുക്കുന്നത്. വന്ന് നോക്കുമ്പോഴത്തേക്കിനും റൂംസ് ഒക്കെ കുറവാണ്, ചെറുതാണ്. ഇപ്പൊ എത്ര പേരുണ്ട് ഫാമിലിയിൽ എന്നൊക്കെ ചോദിക്കും അയാള്. കുഴപ്പമില്ല, ഞങ്ങള് 5 പേരുണ്ട്, മോന്റെ അടുത്ത് മാറി താമസിക്കാനായിട്ട് പറയാമെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ട് അത് മതി എന്നുള്ള ഒരു ഇതിലെത്തുകയാണ്. നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നതെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. പക്ഷെ അവിടെ നിറച്ചും സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ്. പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും കുട്ടിക്ക് കളിക്കാനായിട്ട് അവിടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു സന്തോഷത്തിൽ അച്ഛൻ നോക്കുമ്പോൾ പ്ലേ ഗ്രൗണ്ടിലെ സാധനങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. എല്ലാം ചെലന്തി വിലയെല്ലാം പിടിച്ച് കിടപ്പുണ്ട്. അപ്പൊ ആരും അതൊന്നും ഉപയോഗിക്കുന്നില്ല, അതൊന്നും നേരെ നോക്കി നടത്തുന്നില്ല എന്ന് അച്ഛന് മനസ്സിലാവും. കുട്ടി കളിക്കുന്നതൊക്കെ നോക്കി അമ്മയെ ഹെൽപ്പ് ചെയ്തോണ്ടൊക്കെ ഇരിക്കുകയാണ് സോഫി. അച്ഛൻ എവിടെ പോയതാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഈ വീട് വിൽക്കാനായിട്ട് പോവുകയാണ്, അതിന് നമുക്ക് മാറാനായിട്ട് വേറെ അപ്പാർട്ട്മെന്റ് നോക്കാൻ പോയതാണെന്ന് അമ്മ പറയും. അതിന്റെ റീസൺ അവളാണെന്ന് സോഫിങ്ങിന് മനസ്സിലാവും. അന്നേരത്തേക്ക് സോഫി അവിടേക്ക് വരും. US പോകാനായിട്ട് തീരുമാനിച്ചു, അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് സോഫി അമ്മയടുത്ത് പറയും. സോഫിക്കിന് അത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷെ അമ്മയ്ക്ക് സങ്കടം വരും. എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്, ഇവിടെ ജോലി ചെയ്താൽ പൈസ കിട്ടത്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ കൂടുതൽ പൈസ കിട്ടും, എനിക്ക് കൂടുതൽ പൈസ വീട്ടിലേക്ക് അയക്കാനായിട്ട് പറ്റുമെന്ന് സോഫി പറയും. സോക്കിങ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയതിനു ശേഷം സോക്ചൂളും അവന്റെ ജോലിയായിട്ട് തിരക്കിലായിരുന്നു. നീ മാത്രമായിരുന്നു എന്റെ ഏക ആശ്വാസം. നിനക്ക് പോകണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ അച്ഛൻ ഈ വീട് വിറ്റതിന് ശേഷം പൊക്കോളൂ എന്ന് അമ്മ അവളുടെ അടുത്ത് പറയും. വീട് വെക്കാൻ പോകുന്ന കാര്യം അന്നേരമാണ് സോഫി അറിയുന്നത്. എന്തിനാണ് ഇത് വിൽക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അമ്മ മറുപടി പറയത്തില്ല. അപ്പൊ സോഫി ഇങ്ങനെ പറഞ്ഞാലേ പറ്റത്തുള്ളൂ. അവള് വീട് ഈട് വെച്ചിട്ട് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടിയിട്ട് ഇപ്പം ജപ്തി നോട്ടീസ് ബാങ്കിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് അവള് സോഫിയുടെ അടുത്ത് പറയും. ആ ദേഷ്യത്തിലും സങ്കടത്തിലും പുറത്തേക്ക് ഇറങ്ങുന്ന സോഫിയുടെ ശ്രദ്ധ പോകുന്നത് അവളുടെ പേരെഴുതിയ മരത്തിലേക്കാണ്. ഇവരുടെ എല്ലാവരുടെയും പേരിൽ ഓരോ മരങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നു ആ വീട്ടില്. ഒരുപാട് ശ്രദ്ധയോടുകൂടിയാണ് അച്ഛനും അമ്മയും
ആ ഗാർഡനൊക്കെ നോക്കി നടത്തിയിരുന്നത്. അതൊക്കെ കാണുമ്പോൾ അവൾക്ക് സങ്കടം വരും. അച്ഛന്റെ മനസ്സിൽ എത്രമാത്രം സങ്കടം ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അത് ആരോടും പറയാതെ സ്വന്തമായിട്ട് എല്ലാം സഹിക്കുമായിരുന്നു എന്ന് അവൾ തിരിച്ചറിയും. അന്നേരമാണ് അച്ഛൻ അവിടേക്ക് തിരിച്ചു വരുന്നത് അപ്പാർട്ട്മെന്റിലെല്ലാം നോക്കിയിട്ട്. ഇവളെ വെളിയിൽ കാണുമ്പോഴത്തേക്കും എന്ത് പറ്റി, നീ സങ്കടപ്പെട്ട് നിൽക്കുവാണോ എന്ന് ചോദിക്കും. അല്ലാന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അകത്തേക്ക് വാ, ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അവളെ അകത്തേക്ക് വിളിക്കും. ഇവള് ഓടി ചെന്നിട്ട് അച്ഛനെ ഹഗ് ചെയ്യും. ആരോടൊന്നും പറയാതെ ഒറ്റയ്ക്ക് എത്രമാത്രം അച്ഛൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഇവളിങ്ങനെ തന്നെ പറയും. അച്ഛനും പെട്ടെന്ന് ഇമോഷണൽ ആവും. സംസാരിക്കാനുണ്ടെന്ന് ചെയർമാൻ പറഞ്ഞതനുസരിച്ച് സൂക്ചൂള് ചെയർമാനെ മീറ്റ് ചെയ്യാനായിട്ട് വരും. അവൻ വന്നു കഴിയുമ്പോൾ സാങ്യോളും അവിടെ ഉണ്ട്. അവനെ കാണുന്നുണ്ടെ സാങ്യോളിന്റെ അടുത്ത് ചെയർമാൻ പുറത്ത് പോയി വെയിറ്റ് ചെയ്യാനായിട്ട് പറയും. അത് അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു, ശരിയാണോ എന്ന് ചെയർമാൻ സൂക്ചൂളിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് കാലമായിട്ട് ആലോചിക്കുന്ന കാര്യമാണ്, നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ചെടുത്ത തീരുമാനമാണെന്ന് അവൻ പറയും. നീ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ട്രസ്റ്റ് ചെയ്യാൻ ആരും ബാക്കിയില്ല എന്ന് ചെയർമാൻ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, സാങ്യോൾ ഉണ്ടല്ലോ ഒരുപാട് കാലമായിട്ട് ചെയർമാന്റെ കൂടെയുള്ള ആളല്ലേ എന്ന് ഇവൻ തിരിച്ചു ചോദിക്കും. പുറത്തിറങ്ങിയിട്ട് ഇവരെന്താണ് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് സാങ്യോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചെയർമാൻ ഉണ്ടായ സൂക്ചൂളിന്റെ അടുത്ത് പറയുന്നത്, സാങ്യോൾ ഒരിക്കലും നിന്നെ പോലെ വിശ്വസ്തനല്ല, അവൻ കേപ്പബിൾ അല്ല, അവന് സ്കിൽസ് ഇല്ല, അവനിതൊക്കെ ബുദ്ധിയില്ല, ഒരു എടുത്തുചാട്ടക്കാരനാണ്, ഒന്നും നേരെ ചൊവ്വേ ചെയ്യാനായിട്ട് അവനെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ പ്രായമായിട്ട് വരികയാണ്, പഴയതുപോലെയല്ല, എല്ലാം നോക്കി നടത്താനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ എൻ്റെ നല്ല കാലം മുഴുവൻ ഡെഡിക്കേറ്റ് ചെയ്ത് വളർത്തിക്കൊണ്ട് വന്നതാണ് എൻ്റെ ഗ്യാങ്ങും ഈ കമ്പനിയും. അത് വെറുതെ പോകാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. നല്ലൊരാളെ ഏൽപ്പിക്കണം എന്നാണ് ഞാൻ എന്നും വിചാരിച്ചിരുന്നത്. എൻ്റെ മനസ്സിലെന്നും നീയായിരുന്നു. ഞാൻ ഉടനെ തന്നെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനായിട്ട് പോവുകയാണ്. എൻ്റെ കമ്പനി നിനക്കിനി നോക്കി നടത്താൻ പറ്റുമോ എന്ന് സൂക്ചൂളിൻ്റെ അടുത്ത് ചെയർമാൻ ചോദിക്കും. ഒരിക്കലും സാങ്യോളോ സൂക്ചൂളോ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല.